നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും സ്വതന്ത്രനെ പരീക്ഷിക്കാൻ CPM. UDF വിട്ടുവരുന്നവരെയും പരിഗണിച്ചേക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്വതന്ത്രനെ പരീക്ഷിക്കാൻ CPM കാര്യമായി തന്നെ ആലോചിക്കുന്നുവെന്ന് റിപ്പോർട്ട്. ഇത്തവണയും LDF സ്ഥാനാർത്ഥിയായി സ്വതന്ത്രൻ വരാനുള്ള സാധ്യത ഏറെയാണ്. CPM സാധ്യതാ പട്ടികയിൽ 3 സ്വതന്ത്രനാണ് ഇടം നേടിയിരിക്കുന്നത്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ U ഷറഫലി ഉൾപ്പെടെയുള്ളവരാണ് പരിഗണനയിലുള്ളത്. നേരത്തെ ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ചിട്ടുള്ള പ്രൊഫസർ തോമസ് മാത്യുവിനെയും പരിഗണിക്കുന്നുണ്ട്. സ്വതന്ത്ര പരീക്ഷണം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് നേരത്തെ ജില്ലാ സെക്രട്ടറി VP അനിൽ പറഞ്ഞിരുന്നു. UDF വിട്ടുവരുന്ന വിജയസാധ്യതയുള്ളവരാണെങ്കിൽ CPM നിലമ്പൂരിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്നും CPM ജില്ലാ സെക്രട്ടറി VP അനിൽ പറഞ്ഞിരുന്നു. PV അൻവറിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കിടയിൽ ഒട്ടും സ്വാധീനം ചെലുത്താൻ കഴിയില്ലെന്നും ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെയാണ് CPM പരിഗണിക്കുന്നതെന്നും VP അനിൽ പറഞ്ഞു. അതേസമയം പാർട്ടി സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തിറക്കാനാണ് അവസാന തീരുമാനമെങ്കിലുള്ള സ്ഥാനാർത്ഥി ആലോചനകളും നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് CPM ആലോചന. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൊറേണ റോയിയുടെ പേരും ചർച്ചകളിലുണ്ട്. അതേസമയം നിലമ്പൂരിൽ നിന്നുള്ളവരല്ലാതെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും നേതാക്കളെ UDF സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്നും LDF പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ M സ്വരാജിനെ മത്സരിപ്പിക്കാനാണ് ഇടതുപക്ഷ ധാരണ. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചായിരുന്നു നിലമ്പൂരിൽ PV അൻവർ അവസാനം 2 തവണ വിജയിച്ചത്. തുടർച്ചയായി 2 തവണ നിലമ്പൂരിൽ നിന്ന് വിജയിച്ച അൻവർ ആര്യാടൻ മുഹമ്മദിന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂരിനെ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കുകയായിരുന്നു. പിന്നീട് CPMുമായി അകലുകയായിരുന്നു. വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്ന് അൻവർ പ്രഖ്യാപിച്ചിരുന്നു.